ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് റെസിപ്പിയാണ്. നേരത്തെ തന്നെ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാതെ, അതുപോലെ തന്നെ റമ്മ്, വൈൻ ഇങ്ങനെയുള്ള ആൽക്കഹോളൊന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ കാഷ്യൂ നട്ട്സ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, 2 കളറിലുള്ള റേസിൻസ് ഉണ്ട്, അതുപോലെ കുറച്ച് ബദാം ഉണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് വാൽനട്ട്സ് ഉണ്ട്, പിന്നെ ഒരൽപ്പം ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്. അപ്പോൾ ഈ വാൽനട്ട്സ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കാരണം അത് ചേർത്ത് കഴിയുമ്പോൾ കേക്കിന് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കേക്കിന് ആ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം, ബാക്കിയുള്ള ഫ്രൂട്ട്സ് ചേർത്താലും മതി. ഇതിപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് ഫ്രൂട്ട് ഉണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഇതൊരു ബൗളിലേക്ക് എടുത്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതായത് 1/4 കപ്പ് പഞ്ചസാര. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോ അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഫ്രൂട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട് ഒന്ന് നികക്കെ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഫ്രൂട്ട്സ് ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക ഏതൊക്കെ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഈ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് അലിയിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ബാക്കിയുള്ള മിക്സിങ്ങൊക്കെ കഴിയുന്ന സമയത്തേക്ക് ഈ വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിന് ഒരു നല്ലൊരു സ്പൈസ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ചേർക്കുന്ന, ഒരു 1/2 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട, ഒരു 4 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു നുള്ള് സാജീരകം. ഇതില്ലാത്തവർ നല്ല ജീരകം ചേർത്താൽ മതി, അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയത് ഇത്രയും വലിപ്പമുള്ള ഒരു കുഞ്ഞു കഷ്ണം ജാതിക്ക. പിന്നെ ഞാനിപ്പോൾ ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏലക്കായൻ്റെ ഉള്ളിൽ സീഡ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ 6 എടുത്തിട്ടുള്ളത്. നല്ല സീഡ്സ് ഉള്ളതാണെങ്കിൽ ഒരു 3 ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കാരമൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് മെൽറ്റാക്കാൻ പോകുന്നത്. ഈ 1/2 കപ്പ് പഞ്ചസാരയിൽ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തന്നെയാണ് മെൽറ്റാക്കി എടുക്കുന്നത്. അത് മെൽറ്റാക്കാനായിട്ട് വെക്കുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കാതെ വെച്ച് കൊടുത്താൽ മതി. നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഒട്ടും ഇളക്കണ്ട. സൈഡിൽ നിന്നും അതുപോലെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽട്ടായി വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പഞ്ചസാര കരിയുന്നത് വല്ലാതെ അങ്ങ് കരിഞ്ഞ് ഒരു ബ്ലാക്ക് കളറാകുന്നത് വരെ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ മതി. അല്ലെങ്കിൽ നമ്മളെ കേക്കിന് വല്ലാത്തൊരു കയ്പ്പ് രസം ഉണ്ടാവും നമ്മളിത് ചേർത്ത് കഴിയുമ്പോൾ. ഇതിപ്പോൾ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നുകിൽ അടുപ്പിൽ നിന്ന് തിളപ്പിച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലാസ്കിലൊക്കെ നിങ്ങൾ തിളപ്പിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. പിന്നെ ഇത് ചേർത്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പതഞ്ഞ് വരും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതും തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പതഞ്ഞ് വരുന്നത് മേലേക്കൊന്നും തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിങ്ങനെ തെറിച്ച് പതഞ്ഞ് വരും, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം വെള്ളം ഒഴിക്കുമ്പോൾ. ഇനി ഇതൊന്ന് മെൽട്ടായിട്ട് വരണം. കുറച്ചൊന്ന് അങ്ങ് കട്ടിയായതുപോലെ ഉണ്ടാവും, അത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽട്ടായി വരും. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മെൽട്ടായിട്ട് കിട്ടില്ല. അപ്പം പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 വലിയ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തത് കൊണ്ടാണ് ഞാൻ ബീറ്റ് ചെയ്തത്. ഇനി പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ബീറ്റ് ചെയ്യേണ്ട. അത് പഞ്ചസാര മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഒരു സ്പാച്ചുല വെച്ചോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം മെൽറ്റഡ് ബട്ടറും ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ആ സ്പൈസസ് പൊടിച്ചെടുത്തതാണിത്.
അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പൊടിയുടെ കൂടെ ചേർക്കുമ്പോൾ അത്ര അങ്ങ് കൃത്യമായിട്ട് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലായിടത്തും എത്തി കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു ക്ലാസിക് സ്പഞ്ച് കേക്കൊന്നും അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണേൽ മൈദ ഉപയോഗിക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒരു പാത്രത്തിനകത്തേക്ക് പിഴിഞ്ഞെടുക്കാം. നമുക്ക് വെള്ളമൊന്നും വേണ്ട. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ കേക്കിൻ്റെ ബാറ്ററിന് നമ്മൾ ഓരോ കൃത്യമായിട്ടുള്ള അളവ് വെച്ചല്ലേ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. കേക്കിനെല്ലാം എപ്പോഴും നല്ല അളവ് കൃത്യമായിരിക്കണം, എന്നാലേ കേക്ക് നന്നാവുള്ളൂ. വെള്ളം നമുക്ക് കളയണ്ട. നമ്മൾ ബാറ്ററി ലാസ്റ്റ് തിക്കാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ബാറ്ററിനകത്തേക്ക് ചേർത്ത് കഴിയുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റിക്കി ആയിട്ട് ബാറ്ററിനകത്ത് അവിടെ ആയിട്ട് പിടിച്ച് കിടന്നോളും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ചാണ് ചേർക്കുന്നത്. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരിക്കുന്ന സമയത്ത് അത് ഉടച്ച് ചേർക്കാൻ പറ്റും. പിന്നെ ഞാൻ പൊടിയൊക്കെ കേക്കിനകത്ത് ഇടാനുള്ളതാകുമ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് എടുക്കാറ്. അപ്പോൾ അങ്ങനെ അങ്ങ് കട്ട പിടിച്ച് കിടക്കാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വറുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ മൈദയായാലും ആട്ടയായാലും വറുത്തിട്ട് ചേർക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റാറുണ്ട്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബാറ്ററി ഇതിനകത്തേക്ക് നല്ല തിക്കായിരിക്കും. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് എന്തായാലും ഇതിനകത്ത് പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ കാരാമൽ ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ബാക്കി കൂടെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കാരാമലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിയെല്ലാം ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് ബാറ്റർ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി, ഓവർ മിക്സിങ് ചെയ്യരുത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ബീറ്റർ വെച്ച് ഒന്നാകെ ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ നിങ്ങളിപ്പോൾ ചില സമയത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയ എഗ്ഗൊക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 3 എഗ്ഗ് എടുക്കാം, അതല്ലെങ്കിൽ 2 എഗ്ഗും ഇതുപോലെ നമ്മളിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ സോക്ക് ചെയ്യാനായിട്ട് എടുത്ത ആ വെള്ളത്തിൽ നിന്ന് നാരങ്ങ വെള്ളം അതിൽ നിന്ന് ഒരു 1/4 കപ്പൊക്കെ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഒരുപാട് ലൂസായിട്ടുള്ളതാവരുത്, വല്ലാതെ അങ്ങ് തിക്കാവുകയും ചെയ്യരുത്. എന്നാലേ നമുക്ക് ആ ശരിക്കുള്ള അതിൽ കേക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത്. അത് എന്നോട് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, അതുകൊണ്ടാണ്. ഇനി ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. റെഡിയാക്കി വെച്ച ബാറ്റർ നമുക്ക് ഇതിനകത്തേക്കാണ് ഒഴിക്കേണ്ടത്. ഇതൊന്ന് ബട്ടറോ ഓയിലോ വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരല്പം ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. മൈദയോ അല്ലെങ്കിൽ ആട്ടയോ എന്തെങ്കിലും വെച്ചിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇത് 7 ഇഞ്ചിൻ്റെ 2 ഇഞ്ച് വീതിയോ അതുപോലെ തന്നെ 2 ഇഞ്ച് കനവും അതുപോലെ 7 ഇഞ്ച് വ്യാസമുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ബാറ്റർ കുറച്ച് കൂടുതലാണ്. ഇതൊരു കിലോ കേക്കിനുള്ള ബാറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കുറച്ച് അതിനേക്കാളും അത്രയും കൂടെ എകരത്തിൽ ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസോ അതല്ലെങ്കിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പറിൻ്റെ പീസോ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ആ ടിന്നിൻ്റെ അതേ ലെവലിൽ നമുക്ക്
കേക്ക് പൊങ്ങി വരും. ഇപ്പോൾ ചെറിയ ടിന്നൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 കിലോ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര വലിപ്പമുള്ള ടിന്ന് വേണമെന്ന്. നമ്മുടെ കയ്യിലുള്ള ടിന്നിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. വലിയ ടിന്ന് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പേപ്പർ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തും കൊടുക്കാം. ബാറ്റർ എല്ലായിടത്തും ഒരുപോലെ ഈവണായിട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ചെറുങ്ങനെ ഒന്ന് കാഷ്യൂ വെച്ചിട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കുക. അപ്പോൾ കാഷ്യൂ വെക്കുമ്പോൾ അതിനകത്തേക്ക് അമർത്തി വെക്കരുത്. ജസ്റ്റ് ഒരു ഫെദർ ടച്ച് പോലെ നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ബാറ്റർ ബേക്കാക്കി എടുക്കുന്ന സമയത്ത് അതങ്ങ് താഴ്ന്നു പോവും. വളരെ സോഫ്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കാക്കി കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാൻ പതിവ് പോലെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലല്പം മണൽ നിരത്തി ഒരു സ്റ്റാൻഡും വെച്ച് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നമ്മളെ ബാറ്ററും ടിന്നും ഇതിനകത്തേക്ക് വെച്ച് അടച്ച് വെച്ച് 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ്. 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. 50 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ബാക്കി കൂടെ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു നൈഫ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുകൾ ഭാഗമൊക്കെ റെഡിയാണ്. സെൻറ്ററൊന്ന് നമുക്ക് കുത്തി നോക്കിയിട്ട് ഒട്ടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. നൈഫ് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണുള്ളത്. അപ്പം കേക്ക് റെഡിയാണ്. ഇനി ഇത് ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് ഒന്നുകൂടെ ഒന്ന് കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു കളറും ഉണ്ടാവും. നമ്മൾ 5 മിനിറ്റ് കൂടെ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു കളറുണ്ടാവും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ കളറിൽ തന്നെയുള്ള ഒരു കേക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്താൽ മതി. ഇപ്പോൾ സൈഡോ അടിഭാഗമോ ഒന്നും ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാത്രത്തിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ പൊങ്ങി വന്നിട്ടുമുണ്ട്. ഏകദേശം അതിൻ്റെ അരഭാഗത്തിലധികം ഞാൻ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക്. വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് ഇനി തണുക്കണം. തണുത്തതിന് ശേഷം ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ നമ്മളതിൽ ചേർത്തിട്ടുള്ള സ്പൈസസിൻ്റെ ഒക്കെ ആ സ്മെല്ലൊക്കെ അതിനകത്ത് ശരിക്കും അങ്ങ് പിടിച്ചിട്ട് നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് തിരക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. എന്തായാലും ചൂടോട് കൂടി ഒരിക്കലും കഴിക്കരുത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രിയെങ്കിലും കഴിയാതെ നിങ്ങളിത് കട്ട് ചെയ്യരുത്. എന്നാലും അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഞാനൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയാണുള്ളതെന്ന്. നല്ല സോഫ്റ്റാണ്, ഫ്ലഫിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതിനേക്കാളും ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്നൊന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ അതിൻ്റെ ആ ടെക്സ്ചറും അതൊക്കെ. പക്ഷേ അതിനേക്കാളും സോഫ്റ്റുമാണിത്. അതുപോലെ തന്നെ പൊങ്ങിയും വന്നിട്ടുണ്ട്, കളറും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 2 അടിവശത്തും മുകളിൽ മാത്രമേ കളറുണ്ടായിരുന്നു. ഇതിപ്പോൾ സെൻറ്ററിലൊക്കെ നമുക്ക് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.